നകുലന്റെ നിർബന്ധത്തിന് വഴങ്ങി സീതയുടെ വീട്ടിലെത്തുന്ന ബാലൻ സീതയുമായി വഴക്കുണ്ടാക്കി പൂജ മുടക്കുന്നു. സീത ബാലനെ ചതുക്കുകയാണെന്ന് മതികല ബാലനോട് പറയുന്നു. വയലോരം വീട്ടിൽ തിരികെ എത്തുന്ന സീതയും ബാലനും തമ്മിൽ വഴക്കുണ്ടാകുന്നു. വഴക്കിനിടെ ബോധം കെടുന്ന സീതയെ ആശുപത്രിയിലാക്കുന്നു. സീതയ്ക്കൊപ്പം കുട്ടിമണിയെയും ആശുപത്രിയിലെത്തിക്കാനുള്ള ആലോചനയുമായി ചന്ദ്രുവും മതികലയും. കുട്ടിമണിയുടെ കുഞ്ഞിനെ സീതയുടെ കുഞ്ഞാക്കി മാറ്റിക്കിടത്തണമെന്ന് ചന്ദ്രു. തുടർന്ന് കാണുക. നമ്മൾ തീരുമാനിച്ചതുപോലെ സീതയുടെ കുട്ടിയെ നിങ്ങളെ ഏൽപ്പിക്കും. കുട്ടിമണിയുടെ കുഞ്ഞ് സീതയുടെ കുഞ്ഞായിട്ട് മാറും. ഞങ്ങൾ എന്തോ ചെയ്താ പെണ്ണെ ആശുപത്രിയിൽ എത്തിക്കും സാറേ. ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതോർത്ത് നിങ്ങൾ തലപുകയ്ക്കണ്ട. അതൊക്കെ മതികല ചെയ്തോളൂ. ഇനി നമുക്ക് മുന്നിൽ അധികം സമയമില്ല. ഒന്നുകിൽ ഇതുവരെയുള്ള എല്ലാ പദ്ധതികളും പൊളി. കാരണം സീതയ്ക്ക് കുഞ്ഞ് ജനിക്കും. അത് സേഫായിട്ട് അവരോടൊപ്പം കാണും. 1-2 ആഴ്ചയ്ക്കകം കുട്ടിമണിയും പ്രസവിക്കും. കുട്ടിമണിയുടെയും മനസ്സജന്റെയും ഒപ്പം അവരുടെ കുഞ്ഞും സേഫായിരിക്കും. അങ്ങനെ വന്നാൽ കരുതി വെച്ച പദ്ധതികളെല്ലാം പാളി പരാജയത്തിന്റെ ഒരു വൻമല തലയിലേറ്റി മതികല മാത്രം മാറി നിൽക്കും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോ ഒരു കുഞ്ഞിന്റെ മൃതശരീരം വേണ്ടി വരും. അതിനുള്ള എന്തു വഴിയുണ്ട്? അയ്യോ സാറേ, ഞങ്ങൾക്ക് അങ്ങനെ ശവക്കച്ചവടം ചെയ്യുന്നവരൊന്നും അറിയത്തില്ല. ജീവനുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ കച്ചവടം നടത്താറുള്ളൂ. ആയിക്കോട്ടെ. എന്തായാലും രണ്ടുപേരും എപ്പോഴും ലൈനിൽ കാണണം. ഏത് നിമിഷവും വിളിക്കും. ഞാനോ മതിയോ പറയുന്നിടത്തെത്തിക്കോണം. കേട്ടല്ലോ? കേട്ടു സാറേ. എന്താവോ എന്തോ. എന്തായി മതി കാര്യങ്ങള്? എന്തായി മീറ്റിംഗിലെ തീരുമാനം? എല്ലാം ഞാൻ കരുതിയ വഴിക്ക് തന്നെ വരൂ അമ്മേ. പൈതൽ മേരിയും ഗീവർഗീസിനെയും സുവർണയൊക്കെ ചന്ദ്രുവേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ നിന്റെ പദ്ധതി? അത് പറ. 2 ഗെയിം പ്ലാനാണ് മുമ്പില്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സീതയിടത്തെയും കുട്ടിമണിയും ഒരേ സമയം ലേബർ റൂമിലോ ഓപ്പറേഷൻ തിയേറ്ററിലോ കിട്ടുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അമ്മേ, സീതയിടത്തേക്കും കുട്ടിമണിക്കും ഒരേപോലെ കുഞ്ഞുങ്ങളുണ്ടാവണമെന്ന്. നീ എന്തൊക്കെ മതി ഈ പറയുന്നേ? അത് എങ്ങനെ നമ്മൾ വിചാരിച്ചാൽ നടപ്പാക്കും? നമ്മൾ നടപ്പാക്കാൻ നോക്കണം. ഇപ്പോ സീതയിടത്തെ ആശുപത്രിയിലാണല്ലോ. ഡോക്ടർ മുംതാസും അവർക്ക് സിസേറിയൻ ചെയ്യാൻ പറയും. പക്ഷേ കുട്ടിമണിയെ കൂടി ഓപ്പറേഷൻ തിയേറ്ററിൽ കിട്ടണം. ശരി, അങ്ങനെ കിട്ടിയാൽ 2 പ്രസവവും ഒരേ സമയത്ത് നടന്നാൽ പിന്നെ നിന്റെയും ചന്ദ്രുവിന്റെയും പദ്ധതി എന്താണെന്ന് പറ. പറയാം. അവിടെയാണ് ഇനി ആരും ചിന്തിക്കാത്ത ചതിയുടെ രസക്കൂട്ട്. ആശുപത്രിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഡോക്ടർ മുംതാസും സുവർണയും മാത്രമല്ല, വേറെ ആളുകളുണ്ട്. നമ്മൾ പറയുന്ന പണി അവര് ചെയ്തോളൂ. നമ്മുടെ തന്ത്രം അവര് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചോളൂ. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മേ, അങ്ങനെ 2 കുട്ടികളുണ്ടായ അതിലൊരെണ്ണമേ വയലോരം വീട്ടിലേക്ക് എത്തൂ. എന്നുവെച്ചാ അത് തന്നെ. സീതയിടത്തേക്ക് മാത്രം കുട്ടി കാണും. മനസ്സജനും കുട്ടിമണിക്കും വളർത്താൻ ഒരു കുട്ടി കാണില്ല. അവരുടെ കുഞ്ഞു മരിച്ചു പോയെന്നേ എല്ലാവരും അറിയൂ. അവരുടെ കുഞ്ഞിനെ എടുത്ത് പുറത്തു കൊടുക്കാനോ? പുറത്തു കൊടുക്കുന്നത് മനസ്സജന്റെയും കുട്ടിമണിയുടെയും കുഞ്ഞിനെ അല്ല, സീതയിടത്തിയുടെ കുഞ്ഞിനെ. സ്വന്തം കുഞ്ഞിനു പകരം സീതയിടത്തേക്ക് വളർത്താൻ കിട്ടുന്നതും അവര് വളർത്താൻ പോകുന്നതും കുട്ടിമണിയുടെ കുഞ്ഞിനെ. ഇത് നമുക്ക് മാത്രം അറിയാവുന്നുള്ള രഹസ്യം. എന്നാ പിന്നെ സീതയുടെ കുഞ്ഞിനെ വളർത്തിയാ പോരെ? ഏയ്, ഒരിക്കലും അത് പാടില്ല. അവിടെയാണ് കളിയുടെ സെക്കൻഡ് ഹാഫ്. സീതയിടത്തി വളർത്തുന്ന കുട്ടിമണിയുടെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഞാൻ അവരെ, സീതയിടത്തെയും ബാലേട്ടനെയും ഞാൻ വെല്ലുവിളിക്കും. എന്തിനാണെന്നോ? DNA ടെസ്റ്റിന്. സീതയിടത്തി പ്രസവിച്ചു എന്ന് കരുതുന്ന അവർ വളർത്തുന്ന കുട്ടിമണിയുടേതെന്ന് അവർക്കറിയാത്ത കുഞ്ഞ് അവരുടേതാണെന്ന് തെളിയിക്കാൻ അവരാ വെല്ലുവിളി ഏറ്റെടുക്കും. DNA ടെസ്റ്റ് നടന്ന കുട്ടിയുടെ പിതൃത്വം തർക്ക വിഷയമാവും. കുട്ടി ബാലേട്ടന്റേതല്ലെന്ന് ക്ലീനായിട്ട് തെളിയും. പിന്നെ നേരെ അന്വേഷണത്തിന്റെ റഡാർ ചെന്ന് എത്തി നിൽക്കുന്നത്
മനസ്സുജന്റെ നേരെ. ബാലേട്ടനും സീതേടത്തെയും തമ്മിലുള്ള ബന്ധം അതോടെ തീരും. കലക്കി മോളെ, കലക്കി. തീർന്നില്ല. നാളെ സീതേടത്തി വളർത്തുന്നത് തങ്ങളുടെ കുഞ്ഞിനെയാണെന്ന് കുട്ടിമണിയും മനസ്സുജനും തിരിച്ചറിഞ്ഞാൽ അവിടെ പുതിയ അവകാശ യുദ്ധം തുടങ്ങുകയായി. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളും നടന്ന നമുക്കിനി കുറെ കാലത്തേക്ക് കാഴ്ചക്കാരുടെ കസേരയിൽ ഇരിക്കാമേ. ഉറ്റവർ തമ്മിൽ പരസ്പരം തല തല്ലി ചോര വീഴ്ത്തുന്ന യുദ്ധത്തിന്റെ സാക്ഷികൾ. നമുക്ക് പോപ്കോണും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ മേടിച്ച് VIP ഗാലറിയിൽ ഇരിക്കാം. അതിന് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം, നടത്താൻ ശ്രമിക്കണം. അങ്ങനെ അങ്ങനെ തന്നെ നടക്കും. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നീ ജയിക്കും. ധൈര്യമായിട്ട് പോവുക. ഇനി കളയാൻ ഒട്ടും സമയമില്ല. കാറ്റിനെ തോൽപ്പിക്കുന്ന വേഗത്തിൽ വേണം ഇനി കാര്യങ്ങൾ. എന്താ ഒരു വഴിതടയില്? നിന്നോട് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. സീരിയസ് ആയിട്ടോ? നിങ്ങൾക്കോ? അതും എന്നോടോ? തമാശ പറയണോ മോളെ? മോളോ? വീണ്ടും തമാശ. എന്റെ 5ാമത്തെ വയസ്സിൽ നമുക്കിടയിൽ ഇല്ലാതെ പോയതാ സ്നേഹത്തിന്റെ തേനൂറുന്ന ഇത്തരം വിളികൾ. ഈ വൈകിയ വേളയില് ഇനി അത് വേണ്ട. മനസ്സിൽ അടച്ചിട്ട മുറികൾ അടഞ്ഞു തന്നെ കിടന്നോട്ടെ. കാലങ്ങളായി അടഞ്ഞു കിടക്കുന്ന ഇരുട്ടുമുറി പോലെ ആയിപ്പോയി നിന്റെ മനസ്സ്. മനസ്സിന്റെ ഒരു ജനാലപ്പഴുതിലൂടെയെങ്കിലും കുറച്ച് വെളിച്ചം തരാനാ ഞാൻ ശ്രമിക്കുന്നു. വേണ്ടത് പറഞ്ഞില്ലേ? തത്വം പറച്ചിൽ നിർത്തിയിട്ട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ പറയും. പറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ മുൻനിർത്തി നീ എന്തോ വലിയ പടം നയിക്കാൻ പോവാണെന്ന് കേട്ടു. ആര് പറഞ്ഞു? ഇന്നത്തെ പത്രത്തിലുണ്ടോ? മാനം കെറുക്കുന്നത് മഴ പെയ്യാനാണെന്ന് തവള കരയാതെ തന്നെ മഹാദേവൻ അറിയാം. ഓ, എന്ന് നീയും നിന്റെ അമ്മയും കൂടി ചിന്തിക്കുന്നതും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതും എന്തെങ്കിലും മഹാപാപവും പാതകവുമായിരിക്കും. ഓ, ഇപ്പൊ ചെന്നായും കൂട്ടിനുണ്ടല്ലോ പടം നയിക്കാൻ, ചന്ദ്രു. അതെ, ഞങ്ങൾ ഒന്നിച്ചു. അതുകൊണ്ട് ഇത്തവണ പതരാതെയും പാളാതെയും നേടുകയും ചെയ്യും. മതി. നീ എന്ന പെണ്ണ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ മലയും ചുമന്ന നീയും നിന്റെ അമ്മ ഇപ്പൊ നടക്കുന്നത്. അതിന്റെ ഭാരം കൂടരുത്, വീണുപോകും. വീണു പോവാതെ എന്നെ താങ്ങി നിർത്താനേ തൂണുപോലെ 1000 കൈകൾ കാണും. അത് നിന്റെ വെറും തോന്നലാ. മതി. എന്തു ഉന്തെങ്കിലും ആവട്ടെ, നിങ്ങളൊന്ന് വഴി മാറ്. ഞാൻ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവുക. അല്ല, ആരുടെ നെഞ്ചത്ത് കുഴിബോംബ് വെക്കാനടി നിന്റെ ധൃതി വെച്ചുള്ള പോക്ക്? യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വണ്ടി എടുക്കടാ. മതി. ഞാൻ വീണ്ടും വീണ്ടും പറയാ, ആ പാവങ്ങൾ എങ്ങനെ ജീവിച്ചോട്ട്, അവരെ വെറുതെ വിട്. ടാറ്റാ. വരേണ്ട നേരം കഴിഞ്ഞു. ഇനി അവസാന നിമിഷം വല്ല റീതിങ്കും വന്ന് തിരിച്ചു പോയോ ആവോ? അങ്ങനെ തിരിച്ചു പോവോ? പറയാൻ പറ്റത്തില്ല. ഇതിനെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല ചന്ദ്രുവേട്ടാ. കാര്യങ്ങൾ നടന്നു. പിന്നെ നമ്മൾ പറയുന്നത് പോലെ ചെയ്യാൻ നമ്മൾ കൂലിക്കെടുത്ത കൊട്ടേഷൻ ടീമൊന്നും അല്ലല്ലോ. ഇതെല്ലാം നിന്റെ തീരുമാനങ്ങളും നിന്റെ തന്നെ ആൾക്കാരും അല്ലേ. പിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് ആരെ ഈ പഴിക്കുന്നത്? എന്റെ ചന്ദ്രുവേട്ടാ, ഞാൻ ആരെയും പഴിച്ചൊന്നും അല്ല. കാര്യത്തോട് അടുത്ത് കഴിയുമ്പോ എന്റെ സ്കെച്ച് പാളി പോകുന്നൊരവസ്ഥയാ. പാളുന്ന സ്കെച്ച് ഇടുന്നവർ പിന്നെയും പുതിയ സ്കെച്ച് ഇടരുത്. അത് പണി അറിയാവുന്നവരെ ഏൽപ്പിക്കണം. അതിന് ചന്ദ്രുവേട്ടൻ ഇപ്പോഴല്ലേ വന്നത്. എന്തായാലും ഇത്തവണ പാളത്തില്ല. ചന്ദ്രുവേട്ടൻ കൂടെ ഉള്ളത് ഒരു ബലം തന്നെ. എല്ലാവർക്കും ഒരു പേടി വരും. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, എവിടെ എത്തി? ഉണ്ടോ?
ഓക്കെ താങ്ക്സ്. പെട്ടെന്ന് വാ. അങ്ങനൊന്നും എന്റെ സ്കെച്ച് തെറ്റത്തില്ല ചന്ദ്രേട്ടാ. പറഞ്ഞ ആളുമായിട്ട് സുവർണ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് മനസ്സ് മാറിയാലോ? മാറത്തൊന്നുമില്ല. അങ്ങനായിരുന്നെങ്കിൽ അവരവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപ് മാറിയേനെ. ചന്ദ്രേട്ടൻ ആവശ്യമില്ലാതെ നാക്ക് വളയ്ക്കണ്ട. ചന്ദ്രേട്ടൻ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കേ. എന്താ പ്രാർത്ഥിക്കാനോ? ഞാനോ? ആരോട്? ഏത് ചെകുത്താനോടെങ്കിലും. അവർക്കാവുമ്പോ ദൈവങ്ങളായിട്ട് പിന്നെ ബന്ധമൊന്നുമില്ലല്ലോ. ആ ദേ അവരെത്തി. ഡോക്ടർ, ആ നിൽക്കുന്നതാ ഞാൻ പറഞ്ഞ മാഡം. വരൂ. വാ ചന്ദ്രേട്ടാ. ഹലോ ഡോക്ടർ, ഇത് ചന്ദ്രു, എന്റെ അമ്മാവന്റെ മകനാ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. സുവർണ എന്നോട് കാര്യങ്ങളുടെ ഒരു ഔട്ട്ലൈൻ തന്നു. മാഡം എന്നോട് നേരത്തെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ആശുപത്രിയുടെ സൽപ്പേരിന് കളങ്കം വരുന്നൊരു കാര്യമാണ് എന്റെ മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത കാര്യവും. എന്ത് എത്തിക്സ് ഡോക്ടറെ? എന്ത് സൽപ്പേര്? സൽപ്പേരും എത്തിക്സും ഒക്കെ ആപേക്ഷികമല്ലേ? ചൂട് ദോശക്കല്ലിൽ വീഴുന്ന വെള്ളം പോലെ ഷൂ നങ്ങ് പോവില്ലേ? മനുഷ്യജന്മം അത്രേ ഉള്ളൂ. എ ഷോർട്ട് സ്പാൻ. അതിനകത്ത് സമ്പാദിക്കാൻ പറ്റുന്നത് സമ്പാദിക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ ചുമ്മാ ആതുര സേവനം മാത്രം നോക്കിക്കൊണ്ടിരുന്നാലേ പ്രായം ചെന്ന് വീട്ടിലിരിക്കുമ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നും. മുന്നിൽ തേടി വന്ന വിലപിടിച്ച അവസരങ്ങളെ കളഞ്ഞു കുളിച്ചതിന്റെ കുറ്റബോധം. ഡോക്ടർ കൂടെ ഉണ്ടെങ്കിൽ സുവർണയ്ക്ക് ധൈര്യമാ. പിന്നെ അവൾ പറയുന്നത് ചെയ്തോളൂ. ഇല്ലേ സുവർണ? മാഡം കൂടി ഉണ്ടെങ്കിൽ. കൊച്ചേ, അവസാനം നീ എന്നെ കൂടി കുഴി കൊണ്ട് ചാടിക്കോ? ഒന്നുമില്ല ഡോക്ടർ. ഞങ്ങൾക്ക് ആശുപത്രിയിൽ വേറെ കണക്ഷൻ എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, വിശ്വസിക്കാവുന്ന ആളുകൾ വേണ്ടേ. ഡോക്ടറെയും സുവർണയും ഞങ്ങൾക്ക് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താണ് വേണ്ടതെന്ന് മതി സുവർണയോട് പറയും. അത് സുവർണ ഡോക്ടറെ അറിയും. അതൊന്ന് കണ്ണടച്ച് തന്നാ മതി ഡോക്ടർ. വേറൊന്നും വേണ്ട. ഒന്ന് കണ്ണടയ്ക്കുന്നതിന് കിട്ടുന്നതേ ലക്ഷങ്ങളാ. അപ്പോ പിന്നെ ഇതുപോലുള്ള അവസരങ്ങൾ വെറുതെ കണ്ണുമിഴിച്ചെന്ന് കളയണം. അതെ ഡോക്ടറെ, ഡൺ. സിസ്റ്റർ, സീതയ്ക്ക് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും ഡെലിവറി ഇന്ന് തന്നെ ഉണ്ടായേക്കും. അത് നോർമൽ ആണോ സിസേറിയൻ ആണോ എന്ന് ഡോക്ടർ തന്നെ പറയും. അല്ല, വേറെന്തെങ്കിലും കോംപ്ലിക്കേഷൻ? മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ബിപിയും പൾസും ഒന്നും നേരെ നിൽക്കുന്നില്ല. നിങ്ങൾ അവരുടെ ഹസ്ബൻഡ് അല്ലേ? അതെ. എന്തായിരുന്നു അവരുടെ പ്രശ്നം? വീട്ടിലെന്തെങ്കിലും കുഴപ്പങ്ങളോ സംഭവങ്ങളോ ഉണ്ടായിരുന്നോ? അതോ വീഴുക എങ്ങാനും ചെയ്തോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മിസ്റ്റർ ബാലൻ, ഡോക്ടർ, സീതയുടെ കാര്യം? ഇന്ന് ചിലപ്പോ സിസേറിയൻ വേണ്ടി വന്നേക്കും. സീതയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് അല്ലേ? അതെ. റെയർ ഗ്രൂപ്പാണ്. ആളുകളെ സംഘടിപ്പിച്ച് നിർത്തണം. എന്റെ ഗ്രൂപ്പ് അത് തന്നെ ഡോക്ടർ. ഒരാളുടെ ബ്ലഡ് പോരല്ലോ ബാല. ആരെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് നിർത്ത്. നിങ്ങളുടെ കൂടെ വേറെ ആരും വന്നിട്ടില്ലേ? ഇല്ല, വന്നില്ല. ഇത്രയും പ്രശ്നമാണെന്ന് അറിഞ്ഞില്ലല്ലോ. ഇനി ആരെങ്കിലും വിളിച്ചോളാം. ബന്ധുക്കളെയൊക്കെ വിളിച്ചോളൂ. ആശുപത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ? ബാലൻ തനിയെ ഇവിടെ കിടന്ന് നെഞ്ചുരുകിയിട്ട് കാര്യമില്ലല്ലോ. ആളുകളെയൊക്കെ വിളിക്കാൻ പറഞ്ഞത് വേറെ എന്തെങ്കിലും കുഴപ്പം? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എപ്പോഴും ഒരു സിസേറിയൻ എന്ന് പറഞ്ഞാൽ 50-50 ചാൻസാ. ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഒരു പുതിയ ജീവൻ ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോ പഴയ ജീവനെ നിലനിർത്തിക്കൊണ്ട് വരാനായി ഡോക്ടർമാർക്ക് കുറച്ച് പണിപ്പെടേണ്ടി വരും. ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കേണ്ടി വരും. ആ, സീതയുടെ വീട്ടുകാരെവിടെ? അവർക്ക് ആരുമില്ലേ? ഉണ്ട്, എല്ലാരും ഉണ്ട്. ആശുപത്രിയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് നന്നായി. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിപ്പിക്കാമല്ലോ.
എത്രയായി? 50 രൂപ. ദാ. എന്റെ പൊണ്ണ് വനജ, നീ ഇങ്ങനെ ഇടന്ന് കരയാതെ. ആരെങ്കിലും കണ്ടാ മോശമാ. എന്റെ കൊച്ചു വയ്യാതെ കിടക്കുമ്പോ ഞാൻ കരയാതിരിക്കുന്ന എങ്ങനെയാ വല്ലേണ്ട? അവളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നമ്മായി, അവൾ അസുഖമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പ്രസവത്തിന് കൊണ്ടുവന്നല്ലേ? അതിനിങ്ങനെ കിടന്ന് ബഹളം കൂട്ടണോ? നിങ്ങൾക്ക് അതൊക്കെ പറയാം, അതൊന്നുമല്ല. ബാലൻ വീട്ടിൽ വന്നിട്ട് പോയതിന്റെ ബാക്കി വഴക്ക് മയിലോരും വീട്ടിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിലായത്. അല്ലാതെ അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എന്തായാലും ഇപ്പൊ വിവരം അറിയാലോ. അമ്മായി കരയാതെ. അതാണ് ഞാനും പറഞ്ഞത്. എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. വാ വാ അമ്മായി. എടാ, നീ എന്റെ കൊച്ചിനെ എന്ത് ചെയ്തു? അമ്മായി, പറയടാ, എന്ത് ചെയ്തെന്ന്? സത്യം പറയടാ, എന്റെ കൊച്ചിനെ എന്ത് ചെയ്തു? ബാലിനെ വിടുവാനിതേ. കൊച്ചിനെ എന്ത് ചെയ്തു? ബഹളം വയ്ക്കാതെ, ഇത് ആശുപത്രിയാ. അമ്മായി, ഇങ്ങോട്ട് മാറ്. അങ്ങോട്ട് മാറിയേ. അങ്ങോട്ട് മാറി നിൽക്കേ. എന്ത് ബഹളം ഇത്? ഇതൊരു ആശുപത്രിയാണെന്ന് അറിയില്ലേ? ആശുപത്രിയാണെന്നുള്ള ബോധമൊക്കെ ഉണ്ട് പെങ്ങളെ. പെങ്ങളെ കാര്യം നോക്കും. ഇവിടെ മനുഷ്യർ ഓരോരോ പ്രശ്നങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ചട്ടം പഠിപ്പിക്കാൻ വരുന്നത്. ഇവിടെ സൈലൻസ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അങ്ങനെ എഴുതി വെച്ചതുപോലെ പ്രവർത്തിക്കാൻ ഇത് കമ്പ്യൂട്ടറൊന്നും അല്ല, മനുഷ്യരാ. അവർക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ ചിലപ്പോ തലകാല ബോധം കാണത്തില്ല പെങ്ങളെ. ആ അവസ്ഥയിൽ ചിലപ്പോ ചിലരുടെ ശബ്ദം ഉയർന്നെന്നിരിക്കും. ചിലപ്പോ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതികരിച്ചെന്നും വരും. അതാദ്യം മനസ്സിലാക്കുക. എനിക്കിവിടെ കൂടുതൽ സംസാരിക്കാനൊന്നും വയ്യ. ഇവിടെ കിടന്ന് ബഹളം വെച്ച ഡോക്ടർ വഴക്ക് പറയും. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്റെ അമ്മായി, എന്താ ഇത്? അമ്മായി ഇവിടെ കിടന്ന് ബാലേട്ടനോട് ഗുസ്തി പിടിച്ച സീതയുടെ പ്രശ്നം മാറുമോ? ഇല്ലല്ലോ. ബാലേട്ട, എന്താ സംഭവിച്ചത്? സീതയൊന്ന് തലചുറ്റി വീണു. അങ്ങനെ ആശുപത്രി കൊണ്ടുവന്നു. ഇന്ന് തന്നെ സിസേറിയൻ ഉണ്ടാവുന്ന ഡോക്ടർ പറയുന്നത്. കുറച്ച് ബ്ലഡ് വേണ്ടി വരുമെന്ന് പറഞ്ഞു. അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല നകുല. നീ അവളെ എന്തെങ്കിലും ചെയ്തോ ബാല? നീ അവളെ എന്തെങ്കിലും ചെയ്തോ? സത്യം പറ, നീ അവളെ ഉപദ്രവിച്ചോ ബാല? വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. സീതയോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, വഴക്ക് പറയും. അതിനപ്പുറം ഇന്ന് വരെ ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെയാണ് ചിന്തിക്കാൻ തോന്നുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. എനിക്കൊരു ചുക്കുമില്ല. അമ്മായി ഒന്ന് മിണ്ടാതിരിക്കേ. ബാലേട്ട, വഴക്കൊന്നും വേണ്ട. വഴക്ക് ഞാനാണ് ഉണ്ടാക്കിയത്. അവരുടെ മകളുടെ ക്ഷേമം തിരക്കുന്നതിന് പകരം മരുമോന്റെ നെഞ്ചത്തേക്ക് കയറുമല്ലായിരുന്നു എല്ലാരും. ബാല, നിന്നെ ആരും കുറ്റപ്പെടുത്തിയതല്ല. ഒരു വിഷമം വെച്ചങ്ങ് പറഞ്ഞു പോയതാ. ഓ, നിങ്ങൾക്ക് മാത്രമാണല്ലോ വിഷമമുള്ളത്. ബാക്കിയുള്ളവരെല്ലാം കല്ലും മരവും കൊണ്ട് സൃഷ്ടിച്ചതാണല്ലോ. അമ്മായും പിതാശ്രീയും ദാ ഇവിടെ വന്നിരിക്കേ. വാ, ഇരിക്കെ. ബാലേട്ട, ഒരു സെക്കൻഡ്. എന്തിനാ നകുല? എന്ത് സംസാരിക്കാനാ? എനിക്കിനിയൊന്നും സംസാരിക്കാനും ഇല്ല, കേൾക്കാനും ഇല്ല. അങ്ങനല്ല, ബാലേട്ടൻ എൻ്റെ കൂടെ വരണം. നിങ്ങൾ ഇവിടെ തന്നെ കാണണം. ഒച്ചയും വിളിയും കരച്ചിലൊന്നും വേണ്ട. ഞങ്ങൾ പുറത്തുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. വാ ബാലേട്ട. എന്താ നകുല? എന്താ കാര്യം? ഞാൻ പറയാൻ ബാലേട്ട, ഇങ്ങനെ ധൃതി പിടിക്കാതെ. ഇതിപ്പോ അറക്കാൻ പിടിക്കുമ്പോ പിടയ്ക്കുന്ന പോലെയാണല്ലോ. വല്ലാത്തൊരവസ്ഥയല്ല ഞാൻ. എല്ലാവരെയും ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് ചെയ്തിട്ടുണ്ട്. ക്ഷമിക്കാവുന്നിടത്തൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്. സഹിക്കാവുന്നിടത്തൊക്കെ സഹിച്ചിട്ടുണ്ട്. പലയിടത്തും മണ്ടനായിട്ട് മാറി നിന്നിട്ടുണ്ട്. എന്നിട്ടും അവസാനം എല്ലാ പഴിയും ബാലന്റെ തലയിലും. നകുലൻ കാര്യം പറയും. ബാലേട്ട, ഒരിക്കലും ഇത് പറയണമെന്ന് ഞാൻ കരുതിയിരുന്നല്ല. പറയണ്ടാൻ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനിത് പറയേണ്ടി വന്നത് ഇല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ മുന്നോട്ടുണ്ടാകും.
അകത്ത് കിടക്കുന്ന സീതയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഏത് രീതിയിൽ പുറത്ത് അവളെ കിട്ടുമെന്നും അറിയത്തില്ല. അതെന്താണെങ്കിലും ശരി, ബാലേട്ടൻ അറിയേണ്ട ചില സത്യങ്ങളുണ്ട്. എന്ത് സത്യം? ഞാൻ പറയാം. പക്ഷേ ബാലേട്ടൻ ദേഷ്യ അമർഷമൊക്കെ മാറ്റിവെച്ച് മുൻവിധികളില്ലാതെ ശാന്തമായിട്ട് കേൾക്കണം. നകുലം പറയ, കേൾക്കാൻ ഞാൻ തയ്യാറാ. എന്തു വന്നാലും കേട്ടല്ലേ പറ്റൂ. ബാലേട്ട, സീത ബാലേട്ടനോട് അകൽച്ച കാണിച്ചതും സീത ബാലേട്ടനിൽ നിന്നും അകന്നു നിൽക്കാൻ തീരുമാനിച്ചതും സീത അവളുടെ വീട്ടിൽ വന്ന് നിൽക്കൂന്ന് പറഞ്ഞതും ഒന്നും ബാലേട്ടനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടായിരുന്നില്ല. പിന്നെ എന്റെ ഉള്ളു കത്തിച്ചത് എന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടായിരുന്നോ? അങ്ങനെയല്ല ബാലേട്ട, അവളുടെ മനസ്സിൽ വീണുപോയ ഒരു പേടി. ബാലേട്ട, സീതയുടെ ജാതകം കുറച്ച് കുഴപ്പം പിടിച്ചതാ. നകുല, നിർത്തിയേക്ക്. വിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ നൂലുകൊണ്ട് കിട്ടിയ ഒരു പുതിയ കഥയുമായിട്ട് എന്റെ മുമ്പിലോട്ട് വരണ്ട. പുതിയ കഥയല്ല ബാലേട്ട, സീതയുടെ ജാതകം എഴുതിയ ഒരു പത്മനാഭ പണിക്കരുണ്ട്. പഴയ കാലത്തെ ഒരു വലിയ ജോത്സ്യനാ. അയാൾ എഴുതി വെച്ച ഒരു കാര്യമുണ്ട്. സീതയുടെ ജാതകത്തിൽ വിഷകന്യക യോഗത്തെപ്പറ്റി. സീതയ്ക്ക് ഭർത്താവ് വാഴത്തില്ലെന്ന്. ആദ്യ ഭർത്താവ് കല്യാണ ദിവസം തന്നെ മരിച്ചുപോയപ്പോ അത് സത്യമായി മാറി. എനിക്കിതിലൊന്നും അത്ര വിശ്വാസമില്ല ബാലേട്ട. ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടാൽ ജീവനുണ്ട്, ഇല്ലെങ്കിൽ ശവം. അങ്ങനെ വിശ്വസിക്കുന്നവനാ ഞാൻ. ആ ജീവനെടുക്കാൻ കാലൻ പോത്തിൻ പുറത്ത് കയറി വരുമെന്നോ കയറ് ചുഴറ്റിയെറിഞ്ഞ് കഴുത്തിൽ കുടുക്കിട്ടോണ്ട് പോകുമെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ കടുത്ത ചായക്കൂട്ട് കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെയാണ് 100 കിലോമീറ്റർ വേഗത്തിൽ ടിപ്പർ ഓടിച്ചോണ്ട് പോകാൻ എനിക്ക് പറ്റുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോഴും എത്ര ചട്ടമ്പിയായിട്ട് നടന്നപ്പോഴും നകുലം പ്രാർത്ഥിച്ചിട്ടുള്ള ഒന്നേ ഉള്ളൂ, ഞാൻ കാരണം ഒരു ജീവൻ പോലും പോകരുത്. എന്റെ ജീവൻ പോയാലും. പക്ഷേ സീതയുടെ ജാതകം അതെന്നെയും വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ജ്യോത്സ്യന്മാരെ ഞങ്ങൾ പോയി കണ്ടു. എല്ലാവരും പറയുന്നത് ഒരേ ഒരു കാര്യമാ, ബാലേട്ടന്റെ ജീവൻ അപകടത്തിലാണെന്ന്. അതിന് ജ്യോത്സ്യന്മാര് പറഞ്ഞ പ്രതിവിധി എന്താണെന്നറിയോ? നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കാൻ, അകന്ന് ജീവിക്കാന്ന്. ബാലേട്ടന്റെ ജീവന് വേണ്ടി, ബാലേട്ടന്റെ ആയുസിന് വേണ്ടി സ്വന്തം മനസ്സിനെ ഹോമിച്ചുകൊണ്ട് സീത സ്വയം അകന്നു നിൽക്കാൻ ശ്രമിക്കായിരുന്നു. സീത ബാലേട്ടന്റെ കൂടെ ഉണ്ടെങ്കിൽ ബാലേട്ടന്റെ ജീവൻ അപകടമാണെന്ന് ജ്യോത്സ്യന്മാർ. ബാലേട്ടന്റെ ജീവൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഉള്ളു വെന്ത് നീറി കണ്ണുനീരൊട്ടും പുറത്ത് കാണിക്കാതെ ബാലേട്ടനിൽ നിന്ന് തന്നെ അകലാൻ ശ്രമിച്ചു പാവം. ഓരോരോ കാരണങ്ങളുണ്ടാക്കി ബാലേട്ടനോട് മനഃപൂർവ്വം വഴക്കുണ്ടാക്കുകയായിരുന്നു. അല്ലാതെ നകുലൻ പറയുന്നത് സത്യമാണോ? 100% സത്യം. ബാലേട്ടൻ അന്വേഷിച്ച് നോക്കിക്കോളൂ. സീത കാണിച്ച അകൽച്ചയ്ക്ക് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. സീത ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കും ഒറ്റ കാരണമേ ഉള്ളൂ. അത് ഈ ബാലേട്ടനോടുള്ള സ്നേഹമാണ്. സീതയുടെ ആത്മാവും ശരീരവും ജീവനും ഒക്കെ ബാലേട്ടനാണ്. അത്രയ്ക്ക് സ്നേഹമാ അവൾക്ക് നിങ്ങളെ. എന്റെ ബാലേട്ടന്റെ കാൽച്ചുവട്ടിൽ ഒരു നായെപ്പോലെ കിടക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ മറ്റൊരാളോടൊപ്പം മഹാറാണിയായിട്ട് വാഴുന്നതല്ല എന്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുള്ളവളാണ് സീത. ആ സീതയെ ബാലേട്ടൻ അറിയാതെ ഒരുപാട് നോവിച്ചു. എനിക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ നകുല. സീതയ്ക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും? ഞങ്ങൾ എന്ത് പറയണം ബാലേട്ടാ? പറയേ.
ഞങ്ങൾ എന്ത് പറയണം? അഥവാ ഞങ്ങൾ ഇത് പറഞ്ഞാൽ ബാലേട്ടൻ വിശ്വസിക്കുമായിരുന്നോ? ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ബാലേട്ടൻ സീതയെ വിട്ടു പോകുമായിരുന്നോ? ബാലേട്ടനെ വിട്ടുപോകാൻ സീതയെ അനുവദിക്കുമായിരുന്നോ? ഒരു കാലത്ത് ഞാൻ സീതയെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അവളുടെ ഭർത്താവ് മരിക്കുമ്പോൾ ആ ഒഴിവിലേക്ക് പുതിയ ഭർത്താവായിട്ട് വരാൻ ഒരിക്കലും നകുലൻ മോഹിച്ചിട്ടില്ല. സ്നേഹത്തിന്റെ അർത്ഥം ത്യാഗമാണെന്ന് നന്നായിട്ട് തിരിച്ചറിയുന്നവനാ ഞാൻ. സീത എനിക്കിപ്പോ ഒരു കൂടപ്പറപ്പിനെ പോലെ, അല്ലെങ്കിൽ എന്റെ നല്ലൊരു സുഹൃത്താണ് ബാലേട്ട. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാ. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാൻ ബാലേട്ടന് പറ്റില്ല. സീത, അവളെ എനിക്ക് കാണണം നകുല. ബാലേട്ടൻ ഇങ്ങനെ കുട്ടികളെ പോലെ ആവല്ലേ. നമുക്ക് സീതയ്ക്കും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാം ബാലേട്ട. പിന്നെ ബാലേട്ടൻ ഇതൊക്കെ അറിഞ്ഞ കാര്യം സീതയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് നാളെയും അവൾ ഇതേ അകൽച്ച കാണിച്ചു നിൽക്കും. അത് ബാലേട്ടന്റെ ജീവന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. അത് അവളുടെ സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഇല്ല, ഞാനൊരു 10 ദിവസം ജീവിച്ചിരുന്നാ മതി നകുല. ആ 10 ദിവസം സീത വേണം എന്റെ കൂടെ. ഞങ്ങളുടെ കുഞ്ഞ് വേണം ഞങ്ങളുടെ കൂടെ. അവൾ അകന്നു നിന്ന് ഉള്ളുനീറി 100 വർഷം ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവൾ അടുത്തുള്ളപ്പോൾ സന്തോഷത്തോടെ 10 ദിവസം ജീവിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇവന്റെയൊക്കെ കുഴപ്പം. സമയത്തിന്റെ വില അറിയത്തില്ല. കാത്തു നിന്ന് നമ്മുടെ കാലിന്റെ വേരിറങ്ങും. എന്നാലും വരില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ ധൃതി കൂട്ടാതെ മതി, വരും. അല്ല ചന്ദ്രുവേട്ടാ, ഒരു കുഞ്ഞിന്റെ ഡെഡ് ബോഡി എന്നൊക്കെ പറയുമ്പോ അതൊക്കെ എളുപ്പമാണോ? മതി. അത് നീ ഈ ലോകം കാണാത്തതുകൊണ്ടാ. ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് എന്താണെന്നറിയൂ? മൃതദേഹ കച്ചവടം. അത് പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെത് മുതൽ വയസ്സായി മരിക്കുന്നവരുടെ വരെ. മതിക്ക് എത്ര ബോഡി വേണം, ഏത് പ്രായത്തിലുള്ളത് വേണം, ഈ ഞാൻ വാങ്ങിച്ചു തരാം. ഒന്ന് പോ ചന്ദ്രുവേട്ട അവിടുന്ന്. ഞാനെന്താ ശവങ്ങളുടെ കളക്ഷൻ നടത്താൻ പോവാണോ? ഈ സ്റ്റാമ്പ് കളക്ഷൻ പോലെ? അല്ല, ഈ ലോകത്ത് ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ടെന്ന് മതിയോട് ഞാൻ പറയുകയായിരുന്നു. അതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ ഈ കളിക്ക് മതിയോടൊപ്പം നിൽക്കുന്നത്. ഹലോ ചന്ദ്രബായ്, ഗുഡ് മോർണിംഗ് മാഡം. നിന്റെ ഒരു ഗുഡ് മോർണിംഗ്. ഒരു കാര്യം പറയാൻ വിളിച്ചാ നിനക്കൊന്ന് പെട്ടെന്ന് വന്നൂടെ? ഇതൊക്കെ ഫോണിലൂടെ സംസാരിക്കാൻ പറ്റാത്തോണ്ടല്ലേ നേരിൽ കാണണമെന്ന് പറയുന്നത്. സോറി മാഡം, റോഡ് മൊത്തം ബ്ലോക്കാ. എന്താ മാഡം, കാര്യം പറയേ. ശിവ, സീത ആശുപത്രിയിലാണ്. കുട്ടിമണിയെ അവിടെ എത്തിക്കാൻ മതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അങ്ങനെ കുട്ടിമണിയും കൂടി ആശുപത്രിയിലായാൽ അവിടെ ഡോക്ടർ മുംതാസിന്റെ നേതൃത്വത്തിൽ നമുക്കെല്ലാ സഹായവും കിട്ടും. അതായത് സീതയും കുട്ടിമണിയും ഒരേ സമയത്ത് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലെത്തിക്കാം. ശരി ബായ്. ഇവിടെ എനിക്കെന്താണ് റോൾ? കുട്ടിമണിയുടെ കുഞ്ഞ് മരിച്ചു എന്ന് ഡോക്ടർ പറയും. സീതയുടെ കുഞ്ഞിനെ ഗീവർഗീസിനെയും പൈതൽ മേരിയെയും ഏൽപ്പിക്കും. അതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താണല്ലോ. അതെ, പക്ഷേ ഇവിടെ ഒരു കുറവുള്ളത്, മനസ്സജനും കുട്ടിമണിയും മരിച്ചുപോയ അവരുടെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞാൽ കാണിക്കാൻ ഒരു കുഞ്ഞിന്റെ ബോഡി വേണ്ടേ? ഓ, അത് ശരിയാണല്ലോ. അതിനിപ്പോ എന്ത് ചെയ്യും? ശിവ പോയി ഡോക്ടർ മുംതാസിനെ കാണണം. അതിനെന്താ ഓപ്ഷൻ എന്ന് തിരക്കണം. ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ടോയെന്ന് തിരക്കണം. മനസ്സജനും കുട്ടിമണിയും ബോഡി കാണണമെന്നാവശ്യപ്പെട്ടാൽ അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് തിരക്കണം. ഡോക്ടർ മുംതാസിന് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ
വേറെ ഒരു കണക്ഷൻ ലിങ്ക് ചെയ്ത് ശിവ, ഞാൻ പറയുന്ന ചിലരെ പോയി കാണേണ്ടി വരും. അത് ഞാൻ ഏറ്റുപായി, പറഞ്ഞാ മതി. പൈതൽ മേരിയുടെയും ഗീവർഗീസിന്റെയും കൂടെ ഉണ്ടാവണം. അവരുടെ ഒപ്പം സഞ്ചരിക്കണമെന്നല്ല, അവരെന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, അതൊക്കെ അറിയണം. അവസാന നിമിഷം അവരുടെ ഭാഗത്തു നിന്നും ഒരു പിന്മാറ്റമുണ്ടായി കഴിഞ്ഞാൽ മതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം തകർന്ന് തരിപ്പണമായി പോകും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവളെ. അതുകൊണ്ട് തന്നെ ഇവളുടെ ഒരാഗ്രഹം പോലും സാധിക്കാതെ പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മനസ്സിലായല്ലോ നിനക്ക്? ശരി ബായ്, ഞാൻ ഏറ്റു. ഓക്കെ. മിസ്റ്റർ ബാലൻ, അതെ. ഡോക്ടർ വിളിക്കുന്നു. എവിടെ? വരൂ. മാഡം. എന്തായി ബാല, ബ്ലഡൊക്കെ റെഡിയാക്കിയോ? റെഡിയാക്കിയിട്ടുണ്ട് ഡോക്ടർ. സീതയുടെ ആൾക്കാരൊക്കെ വന്നോ? വന്നിട്ടുണ്ട്. അത് നന്നായി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? അങ്ങനെ ചോദിച്ചാ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അയ്യോ, ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണോ? അതൊരുമാതിരി ഞങ്ങളെ കളിയാക്കുന്ന ചോദ്യമാണല്ലോ ബാലേന്ദ്ര. ഞങ്ങളെന്താ വിശ്വാസമില്ലാതായോ? അതല്ല ഡോക്ടർ, കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട്. സുവർണ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നു മാഡം, പ്രഷറും പൾസും ഒന്നും ലെവലായിട്ട് നിൽക്കുന്നില്ലെന്ന്. ഈ സമയത്ത് നമ്മളൊരു നോർമൽ ഡെലിവറിക്കായി കാത്തു നിൽക്കുന്നത് റിസ്കാ ബാല. നമുക്കൊരു സിസേറിനെ പറ്റി ചിന്തിക്കാം. എന്താ ഡോക്ടർ? എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. എന്റെ സീതയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുത്. 50-50 ചാൻസാ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നോക്കാം. താൻ പാതി ദൈവം പാതി. ഞങ്ങളാലാവുന്നത് ചെയ്യാം. ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. സീതയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഞ്ഞിന്? അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് ജീവനോടെ തരാമെന്നൊന്നും ഒരു ഡോക്ടറിനും ഉറപ്പു തരാൻ പറ്റില്ല ബാലേന്ദ്ര. എന്നെ സംബന്ധിച്ച് ഉള്ള കാര്യം വെട്ടിത്തുറന്ന് പറയുന്ന ആളാ ഞാൻ. സീതയുടെ കാര്യം കുറച്ച് ക്രിറ്റിക്കലാ, തുറന്നു പറയാലോ. നിങ്ങളിങ്ങനെ അപ്സെറ്റ് ആകാൻ വരട്ടെ. അകത്ത് കിടക്കുന്ന ആളേക്കാൾ പുറത്തു നിൽക്കുന്ന ആള് തളർന്നാൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് സിസേറിയൻ അങ്ങ് ഡിസൈഡ് ചെയ്യാം. എന്താ? അപ്പൊ റിസ്ക് കുറഞ്ഞിരിക്കും. സിസേറിയനായ സീതയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഡോക്ടറെ? ബാലേന്ദ്ര, ഇതൊക്കെ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു ഞാണിന്മേൽ കളിയാണ്. നമുക്ക് നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങൾ ബ്ലഡ് അറേഞ്ച് ചെയ്തോളൂ. ഇന്ന് ഈവനിങ്ങിന് സിസേറിയൻ ഉണ്ടാവും. അപ്പോ സീതയുടെ തീന്ന് പ്രസവിക്കും. അല്ല, പ്രസവമല്ല, സിസേറിയൻ തന്നെ ആയിരിക്കും. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ അവരുടെ ടേബിളിനടുത്ത് കുട്ടിമണിയെ കിട്ടണം. എന്നാലേ മതികല ഉദ്ദേശിച്ചത് നടക്കും. എന്ത് ചെയ്യും? എന്തോ ഒരു വഴി, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്റെ ദൈവമേ. എന്ത് നേർച്ച വേണമെങ്കിലും ഇട്ടേക്കാം. ഹലോ. ഹലോ മാഡം. അവളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു തന്നാ ബാക്കി കാര്യങ്ങൾ മുംതാസ് ഡോക്ടർ നോക്കിക്കോളൂല്ലോ, അല്ലേ? ഇടി പൊട്ടി, അവക്ക് പേറ്റ് നോവെടുത്ത് തുടങ്ങിയില്ലെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവില്ലേന്ന്. എല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം മാഡം. അക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഗീവർഗീസും പൈതൽ മേരിയും ആശുപത്രിയുടെ അടുത്ത് കാണും. ശ്രദ്ധിച്ചോളാം മാഡം. ആ, ശരി, വെച്ചോ.
കെട്ടിയവനെ കെട്ടിപ്പിടിച്ച് സല്ലപിക്കുകയായിരിക്കും. ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നാ മതിയായിരുന്നു. കിങ്ങിനിക്കുട്ടിയേ, കിങ്ങിനിയേ, ഇനിയേ കുഞ്ഞുമണി വന്നു കഴിഞ്ഞാലേ ഞാൻ നിന്നെ അല്ല ഓർക്കുന്നേ, കുഞ്ഞുമണിയാ കേട്ടോ. അതെന്നാണോ? കുഞ്ഞുമണി എന്റെ മോളല്ലേ? നീയും എന്റെ മോള. നിന്നെ ഞാൻ ഒരുക്കാം. പക്ഷെങ്കി ആദ്യം കുഞ്ഞുമണിയെ. കുഞ്ഞുമണിച്ച് ആവശ്യത്തിനുള്ള പൊട്ടും കമ്മശിയും എല്ലാം അയച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നനച്ചു തരാട്ടാ. കുട്ടിമണി, എന്നാ ചേച്ചേ? ഞാനേ കിങ്ങിനിയെ ഒരുക്കാൻ പോവാ. ഒരിക്കൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാ? ഒരിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങള് കഞ്ഞിയും കറിയും കളിച്ചു. അല്ല, നിന്റെ മനസ്സജിനെന്തേ? മനുഷ്യൻ കുളിച്ചാൻ പോയി. എന്നോട് വരാണ്ടായിരുന്നു കളിച്ചാൻ പറഞ്ഞു. പിന്നെ വേറെ എങ്ങോട്ടും പോലെന്നും പറഞ്ഞു. അതെന്താ എങ്ങോട്ടും പോരെന്ന് പറഞ്ഞ? അതേ, എന്നെ ദുഷ്ടന്മാര് പിടിച്ചോണ്ട് പോന്ന് മനുഷ്യനെ ഭയങ്കര പേടിയാ. അതുകൊണ്ടാ. ഏയ്, കുട്ടിമണിയെ ദുഷ്ടന്മാര് എങ്ങനെ പിടിച്ചോണ്ട് പോവും? കൊച്ചേച്ചി ഇവിടെ ഇല്ലേ? കുട്ടിമണി വേണമെങ്കിൽ കുഞ്ഞുമണിയെയും കിങ്ങിണിയും കൊണ്ട് ഊഞ്ഞാലടിക്കോ? ഞാൻ ആരാനോ? പക്ഷേ മനുഷ്യൻ എന്നോട് പറഞ്ഞു മനുഷ്യൻ വരാതെ ഊഞ്ഞാലി പോയി കേറല്ലെന്ന്. അതിനി മനസ്സജൻ കുളിച്ച് കഴിയണ്ടേ? അതുവരെ കൊച്ചേച്ചി ഇവിടെ നിന്ന് നോക്കാം. കുട്ടിമണി പോയി ആടിക്കോ. കൊച്ചേച്ചി എന്നെ ആട്ടോ? ഞാൻ ആദ്യം ഒന്നാട്ടിത്തരാം, പിന്നെ കുട്ടിമണി ആയോ എടുത്ത് ആടിക്കോണം. അത് കുട്ടിമണിക്ക് പറ്റുമല്ലോ. കിങ്ങിനെയും കൂടി കൊണ്ടുവാ അല്ലേ? കൂട്ടിന് കിങ്ങിനെ എടുത്തോ? അയ്യോ, അത് പറ്റത്തില്ല. ഊഞ്ഞാൽ ആടുമ്പോ രണ്ടുകൈയും മൂരിക്കെ പിടിച്ചോളൊന്ന് മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൈ അടിച്ചതിലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ കിങ്ങിനെ പോലെ എന്ത് ചെയ്യും? ഒരു കൈ കൊണ്ട് കിങ്ങിനെ പിടിച്ചാ പോരെ? ഒരു കൈ ഊഞ്ഞാല് വള്ളിയിലും. പിന്നെ കൈ അടിക്കുന്നതിനും ചിരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മള് വീഴത്തൊന്നുമില്ല. വീഴത്തില്ലെന്നേ. നമ്മൾ അവിടെ ഇരിക്കുമല്ലേ? ഇരുന്നു കൊണ്ടല്ലേ ആടുന്നത്. നമ്മൾ കസേരയിൽ ഇരിക്കുമ്പോ എവിടെയെങ്കിലും പിടിക്കൂ? അപ്പൊ നമ്മൾ ഊഞ്ഞാലിരിക്കുമ്പോഴും എങ്ങും പിടിക്കണ്ട. കുട്ടിമണി ധൈര്യമായിട്ടിരുന്ന് ഊഞ്ഞാലടിക്കോ. എന്നല്ലേ കൊച്ചാച്ചും കൂടെ ഞാനേ വരാം, പക്ഷെ പെട്ടെന്ന് ഇങ്ങി പോരും. എന്നിട്ട് കൊച്ചേച്ചി ഇവിടെ നിന്ന് നോക്കിക്കോളാം. പോരെ? എന്നാ പിന്നെ സമയം ആടിക്കളയാം. അവസാനത്തെ ആട്ടം ആടി. നിന്നെ ഞാനിവിടെ നൊന്തി വിടുന്നതേ നരകത്തിലോട്ടാ. കുട്ടിമണി, കേറി അങ്ങോട്ട്. എന്നാലും എനിക്ക് പേടിയാവും. ഒന്നും പേടിക്കണ്ട. കുട്ടിമണി നല്ല സ്പീഡില് ധൈര്യമായിട്ട് ആടിക്കും. ഇല്ലെന്നേ. കൊച്ചേച്ചി അടുത്ത് നിൽക്കുമല്ലേ? ഇരുന്നോ, പിടിച്ചോ. എന്നാലേ ആട്ടിച്ചോ സമയം. അതെ. കൈയടിച്ച് ചിരിക്കണമെങ്കിൽ ചിരിച്ചോ. കൊച്ചേച്ചി അടുത്തുണ്ടല്ലോ. കുട്ടിമണി വീഴത്തൊന്നുമില്ല. വേണ്ട, ഞാൻ കൈ അടിച്ചാതങ്ങ് അടിച്ചോളാം. എന്നാ ചേച്ചേ, എന്നാലും പറഞ്ഞായിരുന്നോ? ഇല്ല, പാട്ട് പാടാൻ പറഞ്ഞതാ. പാടാവേ. ഓണത്തുമ്പി വരുമോ നീ, ഊഞ്ഞാലാടാൻ വരുമോ നീ, കുറ്റുമണിയുടെ കൂടെ ഊഞ്ഞാലാടാൻ വരുമോ നീ, ഓണക്കിളിയെ വരുമോ നീ, ഊഞ്ഞാലാടാൻ വരുമോ. അതെ, കൊച്ചേച്ചിയുടെ ഫോണ് ബെല്ലടിക്കുന്നു തോന്നുന്നു. കൊച്ചേച്ചി ആരാന്ന് നോക്കിട്ട് വേഗം വരാമേ. അതുവരെ കുട്ടിമണി ഇവിടെ ഇരുന്ന് ആടിക്കും.
ഓണക്കിളിയേ വരുമോ നീ ഊഞ്ഞാലാടാൻ വരുമോ പാടടി നീ ഒടുക്കത്തെ പാട്ട്. പാട്ടും പാടി വേണം നീ നരകത്തിന്റെ വാതിൽ തുറന്ന് അകത്തോട്ട് കയറാൻ. തുമ്പി വരുമോ നീ ഊഞ്ഞാലാടാൻ വരുമോ നീ കുട്ടിമണിയുടെ കൂടെ ആരാൻ വരുമോ നീ ഓണത്തപ്പാക്കുടവയലാ ഊഞ്ഞാലാടാൻ വരുമോ നീ ഓണത്തുമ്പി പാടടി നീ ആട് ആട്. ഊഞ്ഞാലാടാൻ വരുമോ നീ ഓണത്തുമ്പി വരുമോ നീ ഊഞ്ഞാലാടാൻ വരുമോ നീ ഓണക്കിളി